എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചെറിയൊരു ഇൻഫർമേറ്റീവായ ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് ഓൺലൈനായി വീട്ടിലിരുന്ന് TC-ക്ക് എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ വിദ്യാർത്ഥികളും വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് പഠനം പൂർത്തീകരിച്ചത്. ശേഷം ഇനി പുതിയ സ്കൂളുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് TC-ക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. ഇത് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സാധ്യമാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫോണിൽ ലഭ്യമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ലഭ്യമായ ബ്രൗസർ ഉപയോഗിച്ച് sampurna.kite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ സമ്പൂർണ്ണ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണയുടെ ഹോം പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. സമ്പൂർണ്ണയുടെ ഹോം പേജ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഇതിൽ യൂസർ നെയിം, പാസ്വേഡ് എന്നെല്ലാം കാണുന്നത് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും മുകളിൽ ഏറ്റവും അവസാനം കാണുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിലാണ് നമുക്ക് TC മാറുന്നതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാനുള്ളത്. മറ്റു ഓപ്ഷനുകളിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. ഈ ഓപ്ഷനിൽ കാണുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുക. ഈ പേജിലെ പ്രധാന വിവരങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന വിവരങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ ചോദിക്കുന്നത്. കുട്ടിയുടെ പേര് എന്നുള്ള സ്ഥലത്ത് കുട്ടിയുടെ പേര് കൃത്യമായിട്ട് എഴുതുക. നമ്മളിവിടെ രാഹുൽ K എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ശേഷമുള്ള ചോദ്യമെന്ന് പറയുന്നത് അച്ഛൻ്റെ പേരാണ് ചോദിക്കുന്നത്, രക്ഷിതാവിൻ്റെ പേര്. അച്ഛൻ്റെ പേര് നമ്മളിവിടെ രാജേഷ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം കുട്ടി മുന്നേ പഠിച്ചിരുന്ന ക്ലാസ്, എത്രാം ക്ലാസ്സിൽ നിന്നാണ് പാസ്സായത്, ആ ക്ലാസ് സെലക്ട് ചെയ്യുക. 4th സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം സ്കൂളിലെ ഡിവിഷൻ 4A B C D എന്നുള്ള ഡിവിഷനുകളെല്ലാം ഉണ്ടാവും. അതിൽ കുട്ടിയുടെ ഡിവിഷൻ അവിടെ എഴുതി കൊടുക്കുക. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അഡ്മിഷൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് കുട്ടിയുടെ ID കാർഡിലോ മറ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇത് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ട ഒന്നല്ല, അറിയുമെങ്കിൽ അത് രേഖപ്പെടുത്തുക. ശേഷമുള്ളത് റീസൺ ഫോർ ലീവിങ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് മാറാനുള്ള മാറ്റത്തിനുള്ള കാരണം എന്നുള്ളത്. അപ്പോൾ ഹയർ സ്റ്റഡീസ്, നമ്മൾ 4ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാലയത്തിൽ 5ാം ക്ലാസ് ഇല്ലെങ്കിൽ അവിടുന്ന് മറ്റു വിദ്യാലയത്തിലേക്ക് പോയി 5ാം ക്ലാസ് നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആയതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡീസ് എന്ന് നമ്മൾ റീസൺ കൊടുക്കുന്നു. തുടർന്ന് ഇപ്പോൾ പഠിക്കുന്ന ജില്ലയാണ് സെലക്ട് ചെയ്യാനുള്ളത്. നമ്മളത് കോഴിക്കോട് എന്ന് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് വരുന്ന ജാലകത്തിൽ ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ വിദ്യാലയം സെലക്ട് ചെയ്യുക. കോഡ് അടിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിൽ നോക്കിയിട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് ട്രാൻസ്ഫർ ആകുന്ന ജില്ല നമ്മളോട് ചോദിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ആകുന്ന ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്കൂളിലേക്കാണ് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നത്, ആ സ്കൂള് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയിലേക്ക് തന്നെയാണ്. തുടർന്ന് നമ്മൾ ട്രാൻസ്ഫർ ആകുന്ന, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഡെസ്റ്റിനേഷൻ സ്കൂൾ എന്നുള്ളത്, നമ്മൾ ഏത് സ്കൂളിലേക്കാണോ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ സ്കൂളിൻ്റെ പേര്, അവിടുത്തെ കോഡ് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് വരും. അല്ലെങ്കിൽ പേരിൻ്റെ അക്ഷരങ്ങൾ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് വരും. അങ്ങനെ ആ ഒരു സ്കൂളിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുഴുവൻ വിവരങ്ങളും
കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൃത്യമായ വിവരങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തുക. ശേഷം നമ്മുടെ സബ്മിറ്റ് ബട്ടൺ അടിക്കാവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും കുട്ടി പഠിച്ച വിദ്യാലയവും കുട്ടി ഏത് സ്കൂളിലേക്കാണ് പോകുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മൾ സെലക്ട് ചെയ്തത് മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം തിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. ആയതുകൊണ്ട് തന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിവരങ്ങളും നമ്മൾ നൽകിയിട്ടുള്ള കുട്ടി നിലവിൽ പഠിക്കുന്ന സ്കൂളും അതുപോലെ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടൻ നിങ്ങൾക്കൊരു റഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ്. ആ റഫറൻസ് നമ്പർ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. റഫറൻസ് നമ്പറും നിങ്ങളുടെ ഫോൺ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾ നൽകിയ വിദ്യാലയത്തിൽ അത് സ്വീകരിച്ചോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്